ഷംസുലുലമ ഇസ്ലാമിക് അക്കാദമി വെങ്ങപ്പള്ളി അലുമിനി ഫോറം അഫ്വയുടെ കീഴിൽ നടത്തുന്ന പോഡ്കാസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പോഡ്കാസ്റ്റിൻ്റെ വിഷയം ഡിസബിലിറ്റി ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, ഡിസബിൾ പീപ്പിൾസിനെ അവർ ഡിസേബിൾ അല്ല, ഡിഫറൻ്റ്ലി ഏബിൾ ആണ് എന്ന് പറയുന്ന കാലമാണ്. നമ്മോടിന്ന് അതിഥിയായി ചേർന്നിട്ടുള്ളത് വയനാട് ജില്ലാ ഹോമിയോ ഹോസ്പിറ്റൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി സദ്ഗമയ പ്രൊജക്റ്റിൻ്റെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായി വർക്ക് ചെയ്യുന്ന ഫായിസ് വാഫി അമ്പലവേലാണ്. കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. സാറ് ഈ ഒരു മേഖലയിൽ ഒരുപാട് കാലമായി പ്രവർത്തിക്കുന്നു. ഹോമിയോപ്പതിയുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് സംരംഭങ്ങൾ, ക്ലാസ്സുകളൊക്കെ ഈ ഒരു ഡിസേബിൾ പീപ്പിൾസിനെ കൺസേൺ ചെയ്തുകൊണ്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ചോദ്യം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാനുള്ള ഒരു താല്പര്യം, ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ പ്രചോദനമായ കാര്യം എന്താണ്? അതുപോലെ തന്നെ നമ്മൾ ഈ ഇങ്ങനെയുള്ള കുട്ടികളെ കൺസേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? ഞാൻ 2021 തൊട്ട് ഈ ഫീൽഡിലുണ്ട്. പഠനവും മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയി, ജോലിയൊക്കെ ആയിട്ട് ഇപ്പോഴും അതിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഏകദേശം 2-4 മാസത്തോളം ആയിട്ടുള്ളൂ സദ്ഗമയ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഫീൽഡിൽ റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ RCI പ്രൊവൈഡ് ചെയ്യുന്ന കുറേ കോഴ്സുകളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കോഴ്സാണ് ഞാൻ ചെയ്തത്, ലേണിംഗ് ഡിസേബിലിറ്റി. ഇത്തരം പഠന വൈകല്യമുള്ള കുട്ടികളിൽ അവരുടെ സാധാരണ ഒരു രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സിസ്റ്റം ആ കുട്ടികൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനപ്പുറത്തേക്ക് ആ കുട്ടികളെ കുറച്ചും കൂടെ മനസ്സിലാക്കി, അവരെ കുറച്ചും കൂടെ അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവർക്ക് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ട മെത്തേഡ്സും അതിനുവേണ്ട അഡാപ്റ്റീവ് ആയിട്ടുള്ള ഡിവൈസസുകളും സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ച് ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാകത്തിന് അവരെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നതാണ് പ്രധാനമായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏരിയയുടെ ഒരു ഇത്. ശരിക്കും ഒരു സാധാരണ കുട്ടി, ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഈ പ്രചോദനമായൊരു ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഇത്തരം കുട്ടികൾ നമ്മുടെ കുറച്ചും കൂടെ ചുറ്റുവട്ടത്ത് നമ്മളൊട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുറേ കുട്ടികളുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ എൻ്റെ കൂടെ ഒക്കെ അത്തരം ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി ഉള്ള ഒരു കുട്ടി പഠിച്ചിട്ടുണ്ട്. അത് B.Ed ചെയ്യുന്ന സമയത്താണ് അതൊരു ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി ഉള്ള കുട്ടിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്കൂളിൽ അവർക്കൊരു ടാഗ് ലൈൻ ഉണ്ടാവും, ഒരു മന്ദബുദ്ധി എന്നോ ഒരു പൊട്ടൻ എന്നൊക്കെ നമ്മൾ വിളിച്ച് നമ്മളെപ്പോഴും കളിയാക്കാനും അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലുമൊക്കെ സാധനത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്ന കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഒരു കണ്ടീഷൻ ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു ഓട്ടിസം ആണ്, അല്ലെങ്കിൽ ഒരു ADHD ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലേണിംഗ് ഡിസേബിലിറ്റി ആണ് എന്ന് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ ഒന്നും ആ ഒരു സമയത്തൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അത്തരം ഒരു വിശാല ഏരിയ, എൻ്റെ ഒരു സുഹൃത്ത് ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്, അവിടെ BRCയിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഉള്ളൊരു സൗഹൃദത്തിൽ ഇങ്ങനെ ഇരുന്ന് ചർച്ചയൊക്കെ ചെയ്ത് ആ ഒരു ചർച്ചയുടെ ഫലമായിട്ടാണ് ഈ ഒരു കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണ് ഈ കോഴ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇത്തരം ബുദ്ധിമുട്ടുകളെ പറ്റിയും പ്രശ്നങ്ങളെ പറ്റിയും ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടി അനുഭവിക്കുന്ന ഒരു പഠന പ്രശ്നത്തിൻ്റെയോ മറ്റു സ്വഭാവ പ്രശ്നത്തിൻ്റെയോ പെരുമാറ്റ പ്രശ്നത്തിൻ്റെയോ ഒക്കെ കാരണം ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് എന്നറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ ഒക്കെ ഇത്തരം ഡിസേബിലിറ്റികളും ഇത്തരം പ്രശ്നങ്ങളും അതിനനുസരിച്ച് ചെയ്യേണ്ട പരിഹാരങ്ങളും ഒക്കെ തിരിച്ചറിയാനും കണ്ടെത്താനും ഒക്കെ സാധിക്കുന്ന, അല്ലെങ്കിൽ ആധുനിക കാലത്ത് ഇത്തരം കേസുകൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന വലിയൊരു സാധ്യത, അല്ലെങ്കിൽ വലിയൊരു ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു മേഖല തന്നെയാണ് ഈ ഡിസേബിലിറ്റിയുമായി ബന്ധപ്പെട്ട മേഖല. തീർച്ചയായും. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നതാണ്, ഈ ഒരു ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായാൽ ശരിക്കും അവരുടെ മാതാപിതാക്കൾ പോലും അവരെ അംഗീകരിക്കാൻ പ്രയാസപ്പെടുകയാണ്, അല്ലെങ്കിൽ അവർക്കൊരു കുറവ് പോലെയാണത് ഇത്തരത്തിലുള്ള കുട്ടികളെ അംഗീകരിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും എൻ്റെ ക്ലാസ്സിലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായി. ചെറിയ കുഴപ്പമുണ്ടാവും, പക്ഷെ നമ്മൾ അവരെ മാറ്റി നിർത്തപ്പെടും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇങ്ങനെ അവർക്കായിട്ട് സ്പെഷ്യൽ സ്കൂളുകളും ആക്ടിവിറ്റീസും അവരുടെ ഒരു സ്റ്റഡി മോഡ് തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ സ്കൂളുകളിലേക്ക് എങ്ങനെയാണ് ഈ കുട്ടികളെ എത്തുന്നത്? അപ്പോൾ മാതാപിതാക്കൾക്ക് തന്നെ ചിലപ്പോൾ ഇതൊരു കുറവായിട്ട് കാണുന്നവർ അങ്ങനെയുള്ള സ്കൂളിലേക്ക് കുട്ടികളെ ചേർത്താൻ വേണ്ടി തയ്യാറാവില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മളിങ്ങനെ ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി ഇങ്ങനെയുള്ള സ്കൂളിലേക്ക് എത്തിക്കുന്നത്? അതുപോലെ തന്നെ അവർക്ക് ഏത് രീതിയിലുള്ള സ്റ്റഡി മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്? പാരൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഈ അക്സെപ്റ്റൻസിനെ പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാം. കാര്യമായിട്ട് പാരൻസ് ഇത്തരം ഡിസേബിലിറ്റികൾ എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ള കാര്യങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ ലേണിംഗ് ഡിസേബിലിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള കുട്ടികൾക്ക് മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല.
അവർ ഭയങ്കര പ്രധാനമായിട്ട് അവരുടെ ബുദ്ധിമുട്ട് പഠനത്തിൽ മാത്രമായിരിക്കും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാവും. അവരുടെ ബാക്കി കാര്യങ്ങളിലൊക്കെ അവർ ഭയങ്കര ഇതായിട്ട് ചെയ്യും. മാത്രമല്ല അവരുടെ IQ ലെവൽ, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവരുടെ IQ ലെവൽ എപ്പോഴും നോർമലായിരിക്കും. അവിടെ IQ മാറ്റമൊന്നുമില്ല. ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ കാര്യത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടാത്ത പ്രശ്നമുണ്ട്. രക്ഷിതാക്കൾ മനസ്സിലാക്കില്ല എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കണ്ടെത്തിയാൽ മാത്രമാണ് ആ കുട്ടിക്ക് അതിൽ നിന്ന് കയറി വരാനുള്ള ഒരു സാധ്യതകളുള്ളൂ. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പഠനത്തിൽ ഇപ്പോൾ സ്പെസിഫൈഡ് ലേണിംഗ് ഡിസബിലിറ്റി ആണെങ്കിൽ, ഒരു ഡിസ്ഗ്രാഫിയോ ഡിസ്ലെക്സിയോ ഒക്കെ ആണെങ്കിൽ വായനയിൽ മാത്രം ബുദ്ധിമുട്ടുള്ളതാണ് ഡിസ്ലെക്സിക്. ആ കുട്ടിക്ക് വായിക്കാൻ കഴിയില്ല. എന്ത് കൂടി ചെയ്താലും ആ കുട്ടിക്ക് വായിക്കാൻ കഴിയില്ല. അപ്പോൾ പകരം അസിസ്റ്റീവ് ഡിവൈസസും സോഫ്റ്റ്വെയറുകളും ഒക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അത്തരത്തിൽ മെത്തേഡുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത കുട്ടീനെ പഠിപ്പിക്കുക നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ നേരെ മറിച്ച് ലേണിംഗ് ഡിസബിലിറ്റി അല്ലാത്ത മറ്റ് ഡിസബിലിറ്റികൾ എടുത്താൽ അത് കുറച്ചും കൂടെ പെട്ടെന്ന് രക്ഷിതാക്കൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഓട്ടിസം ഒക്കെ ആണെങ്കിൽ 3-ാമത്തെ വയസ്സ് തൊട്ട് തന്നെ ഡയഗ്നോസിസ് ചെയ്യപ്പെടും. അപ്പോൾ ഓട്ടിസം വളരെ നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഓട്ടിസം, ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി ഒക്കെ പോലെയുള്ള ഡിസേബിലിറ്റികളുള്ള രക്ഷിതാക്കൾ ആദ്യത്തെയൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ വളരെ പെട്ടെന്ന് അത് കണ്ടെത്താനും അത് വളരെ കൃത്യമായിട്ടുള്ള തെറാപ്പികളും കാര്യങ്ങളൊക്കെ കൊടുക്കാനും ഭയങ്കര ഊർജ്ജസ്വലമായി തന്നെ ആ കുട്ടിയുടെ കൂടെ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി മുന്നോട്ട് പോകാനൊക്കെ തയ്യാറായിട്ടുണ്ട്. പിന്നെ അതിന് മറ്റൊരു വശം, നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരിക്കലും പാരൻസിൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ ബ്ലെയിം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി ഉള്ള ഒരു പാരൻറ്റിനെ സംബന്ധിച്ച് അവർ ലൈഫിൽ അനുഭവിക്കുന്ന, സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ADHD ആണെങ്കിലും ഏത് ഡിസേബിലിറ്റി ആണെങ്കിലും ആ ഡിസേബിലിറ്റിയുടെ ലെവൽ എത്ര കുറവാണെങ്കിലും ആ പാരൻസ് ആ കുട്ടിയുമായി മുമ്പോട്ടുള്ള ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു സ്കൂളിൽ ഒരു കുട്ടീനെ വിട്ടാൽ ആ കുട്ടിയെ പല നിലയ്ക്കും ബോഡി ഷെയിം ചെയ്യുന്നൊരു ഇത് ഇപ്പോൾ നമ്മളെ സ്കൂൾ പഠനകാലം തൊട്ടേ നമുക്കറിയാം. അപ്പോൾ ഇത്തരം ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ നമ്മുടെ ഒരു പൊതു സ്കൂളിൽ പോലും, ഒരു പൊതുവിദ്യാലയത്തിൽ പോലും അയക്കാൻ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ അത്തരം പാടുപെടുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. ഇനി ഇവരേതെങ്കിലും ഒരു സ്പെഷ്യൽ സ്കൂളിലോ മറ്റ് സ്കൂളുകളിലേക്കൊക്കെ അയക്കണമെങ്കിൽ അത്തരം സംവിധാനങ്ങളുള്ള സ്കൂളോ കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ വേണം. പലരും ജോലി ഉപേക്ഷിച്ച്, സ്വന്തം കരിയർ ഉപേക്ഷിച്ച് ഈ കുട്ടിക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച് കുട്ടിയെ നോക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവർക്ക് സൊസൈറ്റിയിലെല്ലാം തന്നെ നിഷേധിക്കപ്പെടുന്ന എത്രയോ പാരൻസ്. ഇപ്പോൾ നമുക്കറിയാം, അവരൊരു കുട്ടിയെ കൊണ്ട് ബസ് കയറുമ്പോൾ, ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് അവിടെ ജോലി സ്ഥലത്തേക്ക് എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരു കുട്ടി, അപ്പോൾ ആ കുട്ടിയെ കൊണ്ട് കുറച്ച് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് വേണം അവർക്ക് തെറാപ്പിക്ക് വരാൻ. പക്ഷെ ആ കുട്ടി വീടിൻ്റെ പുറത്തിറങ്ങിയാൽ ഏതെങ്കിലുമൊക്കെ ഷോപ്പിലേക്ക് ഓടിക്കയറി അതിന് ഇഷ്ടമുള്ള മിഠായി അവൻ എടുക്കും, അവിടെയുള്ള സാധനങ്ങൾ അവൻ എടുക്കും, അവനെടുത്ത് കഴിക്കും, സാധനങ്ങൾ വലിച്ചിടും. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. അവന് അങ്ങനെ അല്ലാതെ ബിഹേവ് ചെയ്യാൻ തെറാപ്പി കൊണ്ട് മാത്രമാണ് അതിലേതെങ്കിലുമൊക്കെ തരത്തിലുള്ള കുറവുകൾ വരും. പക്ഷെ അവൻ ഇങ്ങനെയാണ് ചെയ്യുക. ബസ് കയറുമ്പോൾ എത്ര തിരക്കുള്ള ബസ്സാണെങ്കിലും അവന് സീറ്റ് വേണം. സീറ്റില്ലെങ്കിൽ അവൻ കരയും, ആരെങ്കിലും മടി കയറി ഇരിക്കും. എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് അവൻ്റെ പാരൻറ്റിന് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അവന് പെട്ടെന്ന് ഇരിക്കും, കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കല്യാണത്തിനോ ഒരു ഫംഗ്ഷനോ ഒരു മരണ വീട്ടിലോ ഒക്കെ പോലും പോകാൻ ഉള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന എത്രയോ രക്ഷിതാക്കൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കുട്ടി ഉള്ളതുകൊണ്ട് ആ കുട്ടിയുമായിട്ടൊന്ന് പുറത്തു പോകാൻ പറ്റാത്ത, ഒരു ഹോട്ടലിൽ പോകാൻ കഴിയാത്ത, ഒരു പാർക്കിൽ പോകാൻ കഴിയാത്ത, ഒന്ന് സ്വതന്ത്രമായൊരു സ്വകാര്യ ബസ്സിൽ, ഒരു ബസ്സിൽ എല്ലാവരുടെയും കൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത, ഒരു ഷോപ്പിങ്ങിന് പോകാൻ കഴിയാത്ത അത്രത്തോളം ബുദ്ധിമുട്ടുന്ന രക്ഷിതാക്കളുണ്ട്. പക്ഷെ അവർ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉൾക്കൊണ്ട് വളരെ കൃത്യമായി കുട്ടിക്ക് വേണ്ട തെറാപ്പികളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രക്ഷിതാക്കൾ തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് ഉള്ള അധികവും രക്ഷിതാക്കൾ. നമുക്കൊരിക്കലും അവർ കടന്നു പോകുന്ന ഒരു അവസ്ഥയെ പറ്റി നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല അവർ ഏതൊരു മാനസികാവസ്ഥയാണെന്നുള്ളത്. കാരണം ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടി, ആ കുട്ടിയുടെ ലെവൽ അനുസരിച്ച് ആ കുട്ടി ഒക്യുപ്പേഷൻ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള ഒരുപാട് തെറാപ്പികൾ ആ കുട്ടിക്ക് വേണ്ട വരും. ഈ തെറാപ്പികളൊക്കെ എടുക്കാനുള്ള ഭീമമായൊരു തുക ഒരു വളരെ പ്രോപ്പറായ രീതിയിൽ സൗജന്യമായിട്ട് തെറാപ്പി കിട്ടാനുള്ള സംവിധാനമൊന്നും ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തായിട്ടില്ല. ഇത്ര വലിയൊരു തെറാപ്പികളും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ആ കുട്ടിക്ക് വളരെ കൃത്യമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാൻ ഇങ്ങനെ നടക്കുമ്പോൾ അതിനു വേണ്ടി വരുന്ന ഭീമമായൊരു ചിലവുണ്ട്. ആ ചിലവ് അവർ ഫേസ് ചെയ്യണം. അത് നമ്മൾ വിചാരിക്കുന്ന പറഞ്ഞാൽ ഒരു മാസം ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് കുട്ടിക്ക് തെറാപ്പി ചെയ്യുന്ന പാരൻസിനെ എനിക്ക് പേഴ്സണലി അറിയാം. അവർ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി അങ്ങനെ ഒരു വശം. സൊസൈറ്റിക്ക് ഒരിക്കലും ഇവരുടെ കുട്ടിയുടെ പ്രശ്നം അറിയാത്തത് മറ്റൊരു വശം. ഇവർ കല്യാണത്തിന് പോയാലോ സ്കൂളിൽ പോയാലോ അവരുടെ കുട്ടി അടിച്ചു, അല്ലെങ്കിൽ ആ കുട്ടി ഓടി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി, അങ്ങനെയൊക്കെയുള്ള പരാതികളും മറ്റു കുട്ടികളുടെ പരാതികളും അവരുടെ കൂടെ ഇല്ലാത്ത കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൊരു വശം.
ഇതിൻ്റെ ഒക്കെ പുറമെ ഇതിന് പുറമെ എന്തെങ്കിലും തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും പ്രശ്നം, ഇതൊക്കെ കൂടെ മാനേജ് ചെയ്യാൻ ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ഒരു ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ ഒരു നിസ്സാരമായ ഒരു സാധനയല്ല. അത് ശരിക്കും നമ്മളൊക്കെ ഇപ്പോൾ അറിയുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ഊഹിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് ഓരോ പാരൻസിൻ്റെയും ഇതിലുള്ള ഒരു കാര്യം. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വശത്ത് അത്തരം ഡിസേബിലിറ്റികളാണ്, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഡിസേബിലിറ്റി ആണ് എന്ന് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അത് സമ്മതിക്കാനും അതിനുവേണ്ട തെറാപ്പികളൊക്കെ ചെയ്യാനും മടിയുള്ള, അല്ലെങ്കിൽ അത് ഒരു സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ എന്നൊക്കെ നമുക്കൊരു നിലയ്ക്ക് പറയാം. എൻ്റെ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കേൾക്കാനാണ് ഏത് രക്ഷിതാവും ആഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നും ഇല്ലാതായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പാരൻസാണ് അധികം. അതാണ് അവർക്കതൊരു സമ്മതിക്കാനും അതുമായി ബന്ധപ്പെട്ട് പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട്. പക്ഷേ അത്തരം ഒരു അക്സെപ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട്, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവർ തിരിച്ചറിയാത്തത് കൊണ്ട് ആ കുട്ടി എത്ര പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നോ അതിന് ആ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാലാവധി കൂടിക്കൊണ്ടിരിക്കും. അത് നേരത്തെ കണ്ടെത്തി അതിന് വേണ്ട പരിഹാരങ്ങൾ കൊടുത്താലാണ്. പനിയാണെന്ന് പറഞ്ഞ് നമ്മൾ എത്ര പെട്ടെന്ന് മരുന്ന് കുടിക്കാൻ ആരംഭിക്കുന്നു അതിനനുസരിച്ചാണ് പനി മാറുക. അതുപോലെ തന്നെ ഇത് മാറുക ക്യൂറബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ക്യൂറബിൾ അല്ല ഡിസബിലിറ്റികളൊന്നും. എന്നാലും അതിൻ്റെ സിവിയോരിറ്റി കുറയ്ക്കാനും കുറച്ചും കൂടെ പെട്ടെന്ന് ആ കുട്ടിയുടെ കുറേ സ്കില്ലുകൾ അച്ചീവ് ചെയ്യാനും കുറച്ചും കൂടെ കുട്ടി ഇൻഡിപെൻഡൻ്റ് ആക്കാനും ഒക്കെ സാധിക്കും നേരത്തെ തന്നെ ഇത് തിരിച്ചറിയുകയാണെങ്കിൽ. അല്ല, എന്തുകൊണ്ടായിരിക്കും ഈ ഒരു എക്സ്പെൻസിന്റെ കാര്യം ഇത്രത്തോളം കൂടാൻ കാരണം? ഈ തെറാപ്പികൾക്കൊക്കെ നമ്മളെ ഗവൺമെന്റിന്റെ കീഴിൽ ഈ സത്യമായ പ്രൊജക്ടിന്റെയോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള കീഴിൽ ഇതിനുള്ള വഴികളൊക്കെ ഉണ്ടല്ലോ. ഗവൺമെന്റിന്റെ കീഴിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വയനാട് ജില്ലയിൽ തന്നെ നമുക്ക് DEIC ഉണ്ട്, ജില്ലാ ആശുപത്രിൻ്റെ കീഴിൽ. ഹോമിയോയുടെ കീഴിൽ സദ്ഗമയ എന്ന പ്രോജക്റ്റ് ഉണ്ട്. അതുപോലെ ഈ കൗൺസിലിംഗ്, അങ്ങനെ ഒരുപാട് പദ്ധതികൾ ഗവൺമെന്റിന്റെ കീഴിലുണ്ട് ശരിക്കും. പക്ഷേ നമ്മളൊരു ബുദ്ധിമുട്ടൊരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, എനിക്ക് തോന്നുന്നു 2015 കണക്ക് പ്രകാരം 2.32% ആളുകൾ കേരളത്തിൽ മാത്രം ഡിസേബിലിറ്റി ഉള്ളവരുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ചുറ്റുവട്ടത്ത് ഇത്തരം ഡിസേബിലിറ്റി ഉള്ള ആളുകളുടെ ഒരു ആധിക്യം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ജില്ലയിലാണെങ്കിൽ പോലും ഇത്തരം സ്പെഷ്യൽ എഡ്യൂക്കേഷനോ ഇല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്നത് ഒരു സ്ഥലത്തേ ഉള്ളൂ. ഹോമിയോപ്പതിയിൽ എല്ലാ ജില്ലയിലും ഒരു സ്ഥലത്താണ് ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. ജില്ലയിൽ ഒരു സ്ഥലത്താണ് ഹോമിയോപ്പതിയുടെ സദ്ഗമയ പ്രൊജക്ടിൻ്റെ കീഴിൽ റൺ ചെയ്ത്. അതുപോലെ അലോപ്പതിയിലാണെങ്കിലും ഇത്തരം സർവീസ് ഗവൺമെൻറ് ആശുപത്രികളുടെ കീഴിലുണ്ട്, അതൊക്കെ ജില്ലയിലുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതലാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഇത്തരം ഭിന്നശേഷിക്കാരായ കുട്ടികൾ വളരെ കൂടുതലാണ്. അവർക്ക് നിയർ ബൈ ഒരു ഓട്ടിസമുള്ള കുട്ടിയെ കൊണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്ത് തെറാപ്പി എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. ഇനി ഇത്തരം സംവിധാനത്തിലാണെങ്കിൽ പോലും, ഇപ്പോൾ ഗവൺമെൻറ് സംവിധാനത്തിൽ തന്നെ ആണെങ്കിലും ഒക്യുപ്പേഷൻ തെറാപ്പി ഒന്നും നമ്മൾ അധികവും പ്രൊവൈഡ് ചെയ്യണില്ല. സ്പീച്ച് തെറാപ്പി ഒക്കെ പോലെയുള്ള ഒക്യുപ്പേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കുട്ടികളെ കുറച്ചും കൂടെ ആക്ടിവിറ്റി, ഡെയിലി ലിവിങ് ഇൻഡിപെൻഡൻ്റ് ആക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു തെറാപ്പിയാണ്. അത് അവരുടെ ഫിസിക്കലും അവരുടെ സെൻസറി കോഗ്നിറ്റീവ് എല്ലാ ഏരിയകളും ടച്ച് ചെയ്യുന്ന, എല്ലാ ഏരിയകളിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്ന ആക്ടിവിറ്റികളൊക്കെ അടങ്ങിയ ഒരു തെറാപ്പിയാണ് ഒക്യുപ്പേഷൻ തെറാപ്പി. അപ്പോൾ അതുപോലെ സ്പീച്ച് തെറാപ്പി, സംസാരപരമായ പ്രശ്നങ്ങൾ ഉള്ള കുട്ടികൾ, അത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ, ST കുട്ടികളൊക്കെ ആണെങ്കിൽ പല കുട്ടികൾക്കും പൊതുവേ സ്പീച്ചിന് ഡിലേ ഉണ്ടാവും. ഇനി സാധാരണ രീതിയിലുള്ള ലേൺ ഡിസബിലിറ്റി ആണെങ്കിലും ഐഡിയക്ക് ആണെങ്കിലും ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ സ്പീച്ച് ഡിലേ മാത്രമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം തെറാപ്പികളൊക്കെ സുലഭമായി നമ്മുടെ നാട്ടിലില്ല. പിന്നെയും ഇത്തരം തെറാപ്പികളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. ഈ തെറാപ്പികൾ ചെയ്യുന്ന അവരുടെ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ സുലഭമായി കിട്ടുന്ന ഒന്നല്ല. ഒക്യുപ്പേഷൻ തെറാപ്പിസ്റ്റ് ആണെങ്കിലും സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണെങ്കിലും ഒക്കെ വളരെ കുറച്ച് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകുക. അപ്പോൾ ഇത്തരം പ്രൈവറ്റ് തെറാപ്പികൾക്കൊക്കെ അവരുടെ വരുന്ന ഒരു സെഷൻ്റെ ചിലവ് തന്നെ കുറച്ചും കൂടെ ഭീതിയായിട്ടുള്ളൊരു സാധനമാണ്. സെഷന് വരുന്ന ചിലവ് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഖ്യ ഒരു സെഷന് വരും. അപ്പോൾ ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഒക്യുപ്പേഷൻ തെറാപ്പിയും ബിഹേവിയറൽ തെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും ഒക്കെ ചിലപ്പോൾ ആ കുട്ടിയുടെ ഡിസേബിലിറ്റി അനുസരിച്ച് വേണ്ട വരും. അപ്പോൾ എല്ലാ ദിവസവും ഇത് എടുക്കേണ്ട, ഈ തെറാപ്പി കൊടുക്കേണ്ട പേരൻസിന് അതിനനുസരിച്ചിട്ടുള്ള ഒരു ചിലവ് കാര്യമായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ സർക്കാർ സംവിധാനത്തിൽ ഇപ്പോൾ സദ്ഗമയ പ്രൊജക്റ്റൊക്കെ പോലെ കുറച്ചും കൂടെ വിശാലമായി ഇത്തരം തെറാപ്പികളൊക്കെ ഉൾക്കൊള്ളുന്ന പ്രൊജക്റ്റുകളുടെ ഒരു വ്യാപനം എന്ന് വെച്ചാൽ നമ്മുടെ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കനുസരിച്ച് ഉള്ള ഒരു വ്യാപനം വളരെ അനിവാര്യമാണ്. അതുപോലെ തന്നെയാണ് മറ്റൊന്ന്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ ഇതുവരെ സംസ്ഥാനത്ത് സർക്കാർ സ്കൂളിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന നിലയിൽ ഇതുവരെ നിയമിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ ഇത്തരം ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായും ഇത്തരം സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും അത്തരം ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
അത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടെ വിശാലമായി ഈ ഒരു മേഖലയിലേക്ക് അവർക്കൊരു ആക്സസിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു ലേണിംഗ് ഡിസേബിലിറ്റീനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മളെ ഇടയിൽ തന്നെ കുറേ ആളുകൾ, കുട്ടികളൊക്കെ എന്നും പണിഷ്മെന്റ് വാങ്ങുന്ന, എന്നും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്ന, എന്നും അടി വാങ്ങുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ക്യാച്ച് ചെയ്യുന്ന പോലെ ആ വിഷയങ്ങൾ അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ പഠന വൈകല്യമാണെന്നുണ്ടെങ്കിലും അവർക്ക് ഓർത്ത് വെക്കാനുള്ള, ബൈഹാർട്ട് ചെയ്യാനുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ ഒരു സ്പെഷ്യലായിട്ട് കൺസേൺ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതിൽ സ്ഥാപനങ്ങളിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നിയമിക്കണം എന്നുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിലല്ല, നിർബന്ധമായും ഒരു സ്ഥാപനത്തിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെങ്കിലും വേണം, അതൊരു ആവശ്യമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഒരു പ്രകടമായിട്ട് നമ്മൾ കാണാത്ത പല ഡിസബിലിറ്റികളും, അത് ചിലപ്പോൾ ബാക്കിയുള്ള കുട്ടികളെ പോലെ അത് ബൈഹാർട്ട് ചെയ്യാനും പഠിക്കാനും കഴിയാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കണം എന്നുള്ളതല്ല. ശരിക്കും എന്തുകൊണ്ടാണ് ഈ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നിയമനം ഇങ്ങനെ വൈകുന്നത്? കാരണം ഇത്ര രീതിയിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഇങ്ങനെ ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ പലരിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് പകരം അവരെ കൂടി നമ്മുടെ സ്ഥാപനങ്ങളിൽ തന്നെ പഠിപ്പിച്ച് അവിടെ അവർക്കൊരു സ്പെഷ്യൽ കെയർ കൂടെ കൊടുക്കുന്ന രീതിയിലാകുമ്പോൾ അല്ലേ ഒന്നുകൂടെ, അല്ലാതെ ഒരു മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് അല്ലേ കണക്കാക്കുക അവരെ? കുട്ടികളും അതുപോലെ പഠനത്തിന് പിന്നോട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒറ്റയടിക്ക് ഒരു ലേണിംഗ് ഡിസേബിലിറ്റി കൊണ്ടാണ് നമ്മളെ കുട്ടികളൊക്കെ പഠിക്കാത്തത്, ഇല്ലെങ്കിൽ അവർ പഠനത്തിന് പുറകോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. ലേണിംഗ് ഡിസേബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും ഒരു ഡിസേബിലിറ്റി തന്നെയാണ്. അതുള്ള കുട്ടികൾക്ക് കൃത്യമായി പഠിക്കാനും കാര്യത്തിനൊക്കെ ഭയങ്കര കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ ലേണിംഗ് ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ ഒരു സ്ലോ ലേണറോ ഒരു സ്കോളാസ്റ്റിക്കലി ബാക്ക്വേർഡോ ഒരു കുട്ടിയാകാൻ ഇത്തരം കാരണങ്ങൾ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ കുട്ടികളെ ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ അവർ പഠിക്കാത്തതിൻ്റെ കാരണം പലതും ആയിരിക്കും. അതൊരിക്കലും വളരെ കൃത്യമായി ഒരു എന്തെങ്കിലും ഡിസേബിലിറ്റി ഉള്ളതുകൊണ്ട് മാത്രമൊന്നും ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ തന്നെ ഒരു അനുഭവത്തിലൊക്കെ വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക്, നിരന്തരമായിട്ടുള്ള അത്തരം പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അവർ ചൈൽഡ്ഹുഡ് ട്രോമ, അല്ലെങ്കിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള പാരൻറ്റിങ്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കുട്ടികളെ പഠനത്തിൽ നിന്ന് പുറകിലോട്ടാക്കാം. അത് പല തരത്തിലുള്ള കാരണങ്ങളുണ്ടാവും. അപ്പോൾ ശരിക്കും നമ്മളൊരു കുട്ടി പഠനത്തിൽ പുറകിലാണെങ്കിൽ നമ്മൾ ആദ്യം ആ കുട്ടിയുടെ കേസ് സ്റ്റഡി എടുക്കുകയാണ് ചെയ്യുക. ആ കുട്ടിക്ക് എന്തൊക്കെ പഠനത്തിന് ബുദ്ധിമുട്ടാകാൻ അല്ലെങ്കിൽ ആകുന്ന എന്തൊക്കെ കാരണങ്ങൾ ആ കുട്ടിക്കുണ്ട് എന്ന് ജസ്റ്റ് ഒരു പഠനം വളരെ അനിവാര്യമായ കുട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവുക. ചിലപ്പോൾ ആ കുട്ടി പഠിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് വേറെ എന്തെങ്കിലും തരത്തിൽ ആ കുട്ടി അനുഭവിച്ച ഒരു പ്രശ്നത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടിൻ്റെയോ ഒക്കെ ഒരു പരിണിത ഫലമായിട്ടായിരിക്കും ഈ കുട്ടി പഠിക്കാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ലാതെ ലേണിംഗ് ഡിസേബിലിറ്റി ആണ് എന്ന് കണ്ടെത്തണമെങ്കിൽ നിർബന്ധമായും അതിന് വേണ്ട അസസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ അത്തരം ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് അതൊരു പ്യുവർ ലേണിംഗ് ഡിസേബിലിറ്റി ആണോ എന്ന് നമ്മൾ കണ്ടെത്താൻ കഴിയും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഇപ്പോൾ സാധാ സ്കൂളുകളിലൊക്കെ 30 തൊട്ട് 50 കുട്ടികളൊക്കെ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന സ്കൂളുകൾ നമ്മളെ ചുറ്റുവട്ടത്തുണ്ട്. 50 കുട്ടികളൊക്കെ ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എങ്ങനെ ആയാലും അതിൽ ചില കുട്ടികൾ അത് ശ്രദ്ധിക്കാൻ കഴിയാത്തതും, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതും, അത് മനസ്സിലാകാത്തതും, അല്ലെങ്കിൽ അത് എഴുത്തായാലും വായനയായാലും ടീച്ചറുടെ ക്ലാസ് ആയാലും ഒക്കെ അതിലൊന്നും ഇടപെടാൻ കഴിയാത്തതുമായ കുട്ടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധമായും ഇത്തരം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആളുകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ ഇത്തരം ഏരിയയുമായി ബന്ധപ്പെടുന്ന പ്രൊഫഷണൽസ് ഉണ്ടാവുകയും അവർ ആ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി പഠിച്ച് ആ കുട്ടികൾക്ക് വേണ്ട വിധത്തിലുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള പരിഹാരം. അതുപോലെ ഈ ഒരു ഡിസേബിൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിസേബിൾ പീപ്പിൾസിനെ ഡിഫറൻ്റ്ലി ഏബിൾ, അവർ കഴിവില്ലാത്തവരല്ല, വ്യത്യസ്തമായ കഴിവുള്ളവരാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ സമൂഹം എത്രത്തോളം അവരെ വ്യത്യസ്തമായ കഴിവുള്ളവരായി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് അവർക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്നുണ്ടാകാം, പക്ഷേ അവരെ പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ അവരെ നോക്കുന്ന രീതിയിൽ തന്നെ ഒരു മാറ്റം നമുക്ക് അനുഭവപ്പെടും, പേഴ്സണലി നമുക്ക് അനുഭവപ്പെടും. എന്നാൽ ഈ ഒരു അർത്ഥത്തിൽ ഒരു ഡിസേബിൾ എന്നതിൽ മാറി ഡിഫറൻ്റ്ലി ഏബിൾ, കഴിവില്ലാത്തവരല്ല വ്യത്യസ്തമായ കഴിവുള്ളവരാണ് എന്ന അർത്ഥത്തിൽ കേരള സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ഇങ്ങനെയുള്ള ആളുകളെ കാണുന്നതിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ള. നമ്മൾ യഥാർത്ഥത്തിൽ ഫേമസ് ഡിസേബിൾഡ് പേഴ്സൺസ് അടിച്ചാൽ നമുക്ക് ഒരു പട്ടിക കിട്ടും ഗൂഗിളിൽ. പ്രശസ്തരായ ഭിന്നശേഷിക്കാർ, തോമസ് അൽവാ എഡിസൺ തൊട്ട് സ്റ്റീഫൻ ഹോക്കിംഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശസ്തരായ ആളുകൾ
ഭിന്നശേഷിക്കാരായിട്ടും അവരവരുടെ ഒരു എബിലിറ്റി സൊസൈറ്റിയെ കാണിച്ചവരാണ്. അല്ലെങ്കിൽ എഡിസന്റെ ഒക്കെ തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു കാലത്ത് സ്കൂളിൽ നിന്ന് പഠന പ്രശ്നമാണ്, അല്ലെങ്കിൽ പഠിക്കാൻ കഴിവില്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നുള്ള കഥകളൊക്കെ ചരിത്രങ്ങളൊക്കെ എഡിസന്റെ പേരിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹമൊക്കെ പിന്നീട് അദ്ദേഹത്തിന്റെ തിയറി നമ്മൾ പഠിക്കേണ്ട വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉള്ള കുട്ടികൾക്കും ഏതെങ്കിലും തരത്തിലുള്ള എബിലിറ്റികൾ ഉണ്ടാകും. അത് കണ്ടെത്തപ്പെടാനുള്ള ഒരു സംവിധാനം ആണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഇത്തരം എന്തെങ്കിലും കുട്ടികളുടെ സ്കില്ല് വളരെ കൃത്യമായിട്ട് കണ്ടെത്താനും അത് മനസ്സിലാക്കാനുള്ള സംവിധാനമാണ് ഏറ്റവും ആദ്യം വേണ്ടത്. പിന്നീട് ഈ ആളുകളെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സൊസൈറ്റി നമ്മുടെ ചുറ്റും ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ രസകരമായിട്ട് ചോദിച്ചാൽ, ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് ഒക്കെ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവരൊക്കെ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എവിടെ ആകുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. കാരണം നമ്മളെ നാട്ടിൽ വളരെ കുറച്ച് ആളുകളാണ് ഈ ഒരു മേഖലയിൽ അവരുടെ കഴിവ് അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കപ്പെട്ടത്. നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് കുറച്ചും കൂടെ സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ചും കൂടെ ആക്റ്റീവ് ആയതുകൊണ്ട് നമുക്ക് തന്നെ കുറേ ആളുകളുടെ പേരുകളൊക്കെ അറിയാം. പക്ഷെ അവർ ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ അവരുടെ അടുത്തൊരു സ്ട്രഗിള് തീർച്ചയായിട്ടും ചെറുതല്ല. ഭീമമായൊരു സ്ട്രഗിൾ എടുത്തിട്ടാണ് അവർ ആ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്. ഒന്ന്, വളരെ സിമ്പിളായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ തെറാപ്പികൾ എടുക്കാനും അവർക്ക് വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടാനുമുള്ള സംവിധാനങ്ങൾ വളരുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇത്തരം കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ വളർന്നു വരുന്ന ആളുകളൊക്കെ ഈ തരത്തിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും പ്രശ്നക്കാരോ അല്ലെങ്കിൽ ഒരു സിമ്പതിയോടുകൂടെയുള്ള ആളുകളുടെ നോട്ടങ്ങളൊക്കെ മാറി ഒരു എമ്പതിയോടുകൂടെ അവരെ തിരിച്ചറിയാനുള്ള ഒരു പാകം നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്ന കുട്ടികളും അവരുടെ പാരൻസും ഒക്കെ അനുഭവിക്കുന്ന വളരെ വലിയ ഒരുപാട് ട്രോമകളുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിൽ അവർ ജീവിക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു സപ്പോർട്ട് കുറവും അല്ല അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഇതൊക്കെ മാറിയാൽ തന്നെ അവരുടെ ഈ എബിലിറ്റിക്ക് അനുസരിച്ച്, ഇപ്പോൾ നമ്മൾ പല കുട്ടികളെയും കാണാറുണ്ട്, അവരുടെ പിയാനോ വായിക്കുന്നതായാലും കീബോർഡ് വായിക്കുന്നതായാലും അല്ലെങ്കിൽ പാട്ട് പാടുന്നതായാലും അങ്ങനെ വളരെ വ്യത്യസ്തമായ സ്കില്ലുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇത്തരം കഴിവുകളൊക്കെ തിരിച്ചറിയാനും കണ്ടെത്തി കൊണ്ടുവരാനുമുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഈ ഒരു ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഇതൊക്കെ പരിഹരിക്കാൻ കഴിയും. ഒരു സിമ്പതി ആയിട്ടല്ല, അവരെ മാറ്റി നിർത്തുന്ന രീതിയിലല്ല, അവരെ കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സമീപനം കൊണ്ടാണ് നമുക്കിതിലൊരു മാറ്റം കൊണ്ടുവരാൻ. തീർച്ചയായിട്ടും സിമ്പതി എന്ന് പറയുന്നത് ആരും ആഗ്രഹിക്കണില്ല. അപ്പൊ നമ്മളൊരു ആക്സിഡന്റ് പറ്റി കിടക്കുമ്പോൾ എല്ലാവരും വന്ന് അയ്യോ ഇവന് കയ്യും കാലും ഇല്ല അല്ലെങ്കിൽ ഇവനിങ്ങനെ ആയേ എന്ന് പറഞ്ഞ് കരയുന്നതിനപ്പുറം അതെ ഇതൊന്നും ഒരു കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ലോകത്ത്. അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം എല്ലാത്തിനും അത്രത്തോളം നമ്മൾ വളർന്നു. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞാൽ AI ആയാലും അല്ലെങ്കിൽ മറ്റെന്തായാലും സ്വന്തമായിട്ട് ഡിവൈസസുകൾ സോഫ്റ്റ്വെയറുകൾ ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷൻസും ഒക്കെ ഉപയോഗിക്കാൻ കഴിയും. ഇപ്പം എഴുതാൻ കഴിയാത്തൊരു കുട്ടിക്ക് എഴുതാൻ മറ്റ് പല മാർഗങ്ങളും എഴുതാതെ തന്നെ സ്പീച്ച് ടു ടെക്സ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷനും ഒക്കെ സാധാരണക്കാരനും പോലും യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു കുട്ടിയെ ഇത് നമുക്ക് ഈ ഒരു സൊസൈറ്റിയിലെ ഈ ഒരു ചുറ്റുവട്ടത്ത് പരിശീലനം കൊണ്ടും തെറാപ്പികൾ കൊണ്ടും ഒക്കെ വളർത്തിക്കൊണ്ടുവരാമെന്നും ഈ സൊസൈറ്റിയിൽ നമുക്ക് നമ്മുടെ ഒരു ഭാഗമായി തന്നെ ഈ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ ഉള്ളൊരു കോൺഫിഡൻസ് ആണ് അവർക്ക് വേണ്ടത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ് അവർക്ക് വേണ്ടത്. ഇല്ലാതെ ഈ കുട്ടിക്ക് ഒന്നും കഴിയില്ല അതുകൊണ്ട് ഈ കുട്ടിയെ അതിനനുസരിച്ച് പരിഗണിക്കണം, അല്ലെങ്കിൽ അവനൊന്ന് മാറ്റി നിർത്തണമെന്നോ ഇല്ലെങ്കിൽ അവനൊന്ന് കൂടുതൽ സ്നേഹിക്കണമെന്നോ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി അല്ല. അവരുടെ ഒരു എബിലിറ്റിയെ തിരിച്ചറിഞ്ഞ് അതിന് വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെയുള്ളൊരു മേഖലയിൽ ഒരുപാട് കാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള കുട്ടികളായാലും മുതിർന്നവരായാലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് വ്യത്യസ്ത ആളുകളെ കണ്ടിട്ടുണ്ടാവും എന്നുള്ള നിലക്ക് ഇത്തരത്തിലുള്ള ആളുകളെ ട്രീറ്റ് ചെയ്തു മുന്നോട്ട് പോകുന്നു എന്നുള്ള നിലക്കും എന്താണ് അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു പാഠം, എന്താണ് ഈ ഒരു സമൂഹത്തോട് എന്താണ് അതിൽ നിന്ന് പറയാനുള്ളത്? ഞാൻ പീസ് വാലി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, കോതമംഗലം നെല്ലിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന ഒരു 10 ഏക്കർ സ്ഥലത്ത് ഉള്ള ഒരു ക്യാമ്പസാണ്. 10ഓളം ഡിപ്പാർട്ട്മെന്റുകളുള്ള അവിടെ ഒരു സെന്ററിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അവിടെ കോഴ്സുകളും അല്ല അങ്ങനെയല്ല, ഇത്തരം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ ഡയാലിസിസ്, ഫിസിയോതെറാപ്പി, ഏർലി ഇന്റർവെൻഷൻ സെന്റർ, അതുപോലെ ചിൽഡ്രൻസ് വില്ലേജ്, അത് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായൊരു ലോകമാണ് പീസ് വാലി. പീസ് വാലിയുടെ ചെയർമാൻ എപ്പോഴും പറയും അതൊരു സംസ്കാരമാണ് എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മളവിടെ ഒരു പേഷ്യൻറ്റിൻ്റെ റൂമിൽ പോയാൽ, ഒരു അത്യാവശ്യം കിടക്കുന്ന ഒരു മുറിയിലേക്ക് ചെന്നാൽ ഒരു കട്ടിലിട്ടാൽ നമുക്കവിടെ കിടക്കാം. അത്ര നീറ്റായിരിക്കും അവരുടെ ടൈലാണെങ്കിലും അവർക്ക് കൊടുക്കുന്ന ഭക്ഷണമാണെങ്കിലും അവർക്കുള്ള സർവീസ് ആണെങ്കിലും അത്രത്തോളം നീറ്റായിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്.
അപ്പോൾ അവിടെ സൊസൈറ്റി ഇപ്പോൾ നമ്മൾ ഡെയിലി പീസ് വാലിയെ പറ്റി ഒരു പരിധിയിൽ കൂടുതൽ ആളുകൾ അറിഞ്ഞിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. നമ്മളൊക്കെ ഡെയിലി ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കാണുന്നത്. അപ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടാവും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു മേഖലയിലെ ജോലിയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞാൽ തീരാത്ത കഥകൾ കേട്ടതുമൊക്കെ അങ്ങനെയുള്ള മനുഷ്യരെ അനുഭവിച്ചതൊക്കെ പീസ് വാലിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മൾ അനുഭവിക്കുന്നതിൽ ഏറ്റവും വലിയ നിയമത്ത് എന്താണെന്ന് ചോദിച്ചാൽ ജൗഹറത്ത് എന്താ പറയാനുള്ളത്? നമുക്ക് കിട്ടിയൊരു ആരോഗ്യവും നമുക്കിങ്ങനെ നമ്മളൊരു കുടുംബ പശ്ചാത്തലവും ഒരു നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ കഴിയുന്നുള്ളത് തന്നെ. ശരിക്കും നമ്മൾ ആരോഗ്യം ഇതൊക്കെ പറയുമെങ്കിലും നമ്മളെ ഏറ്റവും വലിയ നിയമത്തുകളിൽ അനുഗ്രഹങ്ങളിലൊന്ന് ഞാൻ പറയും, നമുക്ക് നമ്മുടെ വിസർജ്യവസ്തുവാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഈ മേഖലയിലെ ജീവിതം കൊണ്ട് ഞാൻ കണ്ട് കേട്ടതുമായ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാഷ്ടവും മൂത്രവും ഒക്കെ കാഷ്ടമാണെന്നും മൂത്രമാണെന്നും തിരിച്ചറിയാനുള്ളൊരു കഴിവ് നമുക്കുണ്ട്. അത് തിരിച്ചറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട് നമ്മൾ ചുറ്റുവട്ടത്ത് ജീവിക്കുന്നത്. അവർ പലതരത്തിലുള്ള ഡിസബിലിറ്റികൾ കൊണ്ടും മാനസിക രോഗങ്ങൾ കൊണ്ടും അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടും എൻ്റെ പുറകിൽ നിന്ന് വരുന്നത് എനിക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ന് പോലും വിചാരിക്കുന്ന, അല്ലെങ്കിൽ അതെടുത്ത് ഭക്ഷിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അപ്പം ശരിക്കും ഈ ഒരു ഡിസേബിലിറ്റി അനുഭവിക്കുന്ന മനുഷ്യരുടെ ലോകം എന്ന് പറയുന്നത് അത് ഭയങ്കര വിശാലമായിട്ടുള്ളൊരു ലോകമാണ്. അവരുടെ അനുഭവിക്കുന്ന സ്ട്രഗിൾ ചെയ്യുന്നതും ബുദ്ധിമുട്ടുന്നതുമായ ലോകം നമുക്കൊരിക്കലും പറഞ്ഞു തീർക്കാൻ, അല്ലെങ്കിൽ കണ്ടാൽ പോലും നമ്മളിങ്ങനെ സ്റ്റക്കായി പോകുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ സ്വന്തം ജീവിതത്തിൻ്റെ നമ്മൾ അനുഭവിക്കുന്ന യാതൊരു ആസ്വാദനങ്ങളും ഇല്ലാതെ അത് അവരുടേതായ ഒരു ലോകത്ത് മാത്രം ഒതുങ്ങി പോവുകയും അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു സൗകര്യവും സംവിധാനമൊന്നും ഇല്ലാത്തൊരു ലോകത്ത് ജീവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഞാനൊക്കെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് പീസ് വാലിയിലാണെങ്കിലും അതിന് ശേഷമൊക്കെ ആണെങ്കിലും ചില പാരൻസിൻ്റെ രക്ഷിതാക്കളുടെയൊക്കെ കഥ കേട്ടാൽ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത സാഹചര്യം കേട്ടാൽ ഇവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. ഖുർആനിൽ എപ്പോഴും എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്നുള്ള സൂറത്തുൽ ബഖറയിലെ നമ്മളൊക്കെ എപ്പോഴും പറയുന്നതാണ്. ഒരു ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു കൊടുക്കൂല എന്ന് പറയുന്ന ആയത്ത് ശരിക്ക് പീസ് വാലിയിൽ നിന്ന് ഞാനിങ്ങനെ പഠിച്ചിട്ടുണ്ട്, നേരിട്ട് ഇങ്ങനെ കണ്ടു പഠിച്ചിട്ടുണ്ട്. കാരണം ചില മനുഷ്യരുടെ ഒക്കെ കഥ കേട്ടാൽ നമ്മൾക്ക് തോന്നിപ്പോയി എങ്ങനെയാണ് ഇവർ ജീവിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു, എല്ലാ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല ആരോഗ്യമുള്ളവർ പെട്ടെന്ന് എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആയി തല മാത്രം അനക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തല പോലും അനക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പാരലൈസ്ഡ് ആയി പോയ മനുഷ്യരുണ്ട്. എപ്പോഴും ഡയാലിസിസ് ചെയ്താൽ മാത്രം, ഡയാലിസിസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരാഴ്ച തുടർച്ചയായി ഡയാലിസിസ് നിർത്തിവെച്ചാൽ 8ാമത്തെ ദിവസം മരിച്ചു പോകുന്ന മനുഷ്യരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. അതുപോലെ ഇത്തരം ഡിസേബിലിറ്റികൾ ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ടുള്ള അത്തരം കാര്യങ്ങളൊന്നും അറിയാത്ത, സ്വന്തമായി ഒന്ന് ഭക്ഷണം കഴിക്കാനോ ടോയ്ലറ്റ് പോകാനോ മലമൂത്ര വിസർജ്ജനം ചെയ്യാനോ അത് വൃത്തിയാക്കാനോ പോലും അറിയാത്ത എത്രയോ കുട്ടികൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ സമൂഹത്തിനിടയിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഡിസേബിലിറ്റി മേഖലയിലെ അനുഭവം എന്ന് ചോദിച്ചാൽ നമുക്ക് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്നൊരു സാധനമല്ല, അല്ലെങ്കിൽ അത്തരം ഒരു ഇത് മാത്രമല്ല. നമ്മളെ ചുറ്റുവട്ടത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യരുടെ ലോകം അത് വളരെ വിശാലമായിട്ടുള്ളൊരു ലോകമാണ്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ഈ ഒരു മേഖലയിൽ ഒരുപാട് പ്രവർത്തിച്ചു എന്നുള്ള നിലക്കും ഒരുപാട് മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ആളുകൾ കെയർ ചെയ്യുന്ന വിഷയത്തിലാണെന്നുണ്ടെങ്കിലും മറ്റൊക്കെ ആയിട്ട് ഈ ഒരു മേഖലയിൽ ഭിന്നശേഷി മേഖലയിൽ വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അനിവാര്യമായും വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലാതെയും എന്തൊക്കെ അപ്ഡേഷൻസുകളാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്? ഒന്നാമത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ അറിയുന്നവരാകുക. നമ്മളെ ചുറ്റുവട്ടത്ത് പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ വീടിൻ്റെ അടുത്ത് അങ്ങനെ ബുദ്ധിമുട്ടുന്നവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അറിയുന്നവരാകുക. അവനിങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളവരാണ് എന്ന് അറിയുകയും തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സിസ്റ്റം ഇല്ലാത്തതാണ്. അവർ ഒറ്റപ്പെട്ടു പോകുന്നതാണ് സൊസൈറ്റിയിൽ. നേരത്തെ പറഞ്ഞ പോലെ എവിടെയും പോകാനോ ഒരു ഫംഗ്ഷന് പോകാനോ ഒന്നിനും പറ്റാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരാണ്. നമ്മളെ ചുറ്റുവട്ടത്ത് ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടെങ്കിൽ, ഇപ്പോൾ അച്ഛനും അമ്മയും ഡിസേബിലിറ്റി ഉള്ളൊരു കുട്ടി എല്ലാ അച്ഛനും അമ്മയും ചോദിക്കുക ഞങ്ങളെ മരണശേഷം ഞങ്ങളെ കാലശേഷം ഇവരെന്താണ് ചെയ്യാതാണ്. അതൊരു വലിയ ചോദ്യമാണ്. ശരിക്കും നമ്മൾ വീടിൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാനും അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടത് ചെയ്യാനും അവർക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുക എന്നുള്ളതാണ്. പിന്നെ ലേണിംഗ് ഡിസബിലിറ്റി ഒക്കെ പോലെ പഠന പ്രശ്നങ്ങളൊക്കെ പോലെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും അതിന് വേണ്ട തെറാപ്പികളും പരിഹാരങ്ങളും കണ്ടുപിടിക്കാനും അത് ഇപ്പോഴത്തെ കാലത്ത് ലഭ്യമാകുന്ന രീതിയിൽ ആ കുട്ടി ആ തെറാപ്പികളിലൂടെയും ആ സിസ്റ്റത്തിലൂടെയും ആ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരാനും നമ്മളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ അപ്പുറത്ത് തമാശയ്ക്ക് പോലും നമ്മൾ പറയുന്ന, കളിയാക്കിയൊക്കെ പറയുന്ന അല്ലെങ്കിൽ ആളുകളെ പരിഹസിക്കുന്ന കുറേ കാര്യങ്ങൾ കേവലം ഒരു പരിഹാസമല്ലാന്നും
അതൊക്കെ ഈ സൊസൈറ്റിയോട് നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായ ചില ബാധ്യതകളായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പറഞ്ഞാൽ പാവപ്പെട്ടവനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന പ്രവാചക അധ്യാപനം പോലെ ആ ഒരു ഇത് നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഈ മേഖലയിൽ നമ്മൾ ഏറ്റവും വേണ്ട ഒരു സാധനം. പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികളെ തിരിച്ചറിഞ്ഞ് പരിഗണിക്കുക എന്നുള്ളതാണ് നമ്മൾ ആത്യന്തികമായി ചെയ്യേണ്ടത്. അപ്പോൾ ഷംസുൽ ഉലമ അക്കാദമിയുടെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് ഈ ഒരു മേഖലയിൽ സാറ് പ്രവർത്തിക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് ഈ കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഭാഗം ഇവിടെ ഉണ്ട്, അവർക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിക്കണം എന്നുള്ള ഒരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത് കൂടിയാണ്. അത് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി അനുഭവിച്ചുകൊണ്ട് ഇത്തരം ഇവിടെ പറഞ്ഞതുപോലെയുള്ള പിന്നെ പീസ് വാലി ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ സന്ദർശിച്ചാൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാകും. ആ രീതിയിൽ പിന്നെ സമൂഹം ആ രീതിയിൽ ആ കാര്യത്തെ ആ വിഷയത്തെ ഉൾക്കൊള്ളണം എന്നുള്ള സന്ദേശവുമായി ഈ പോഡ്കാസ്റ്റ് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ സാറിന് എല്ലാവിധ കടപ്പാടും അഫ്വയുടെ പേരിലും വ്യക്തിപരമായ പേരിലും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.